ഇന്നൊരു സ്പെഷ്യൽ വെജിറ്റേറിയൻ ഡിഷാട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ബേങ്കൺ ഭർത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡിഷിന് വേണ്ടിയിട്ട് 2 വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കത്തി കൊണ്ട് ഒന്നിങ്ങനെ കീറി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഒന്ന് കീറി നോക്കുമ്പോൾ അതിനകത്ത് പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണും ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ ഇങ്ങനെ വഴുതനങ്ങ വെച്ചിട്ട് ബാബ ഗണേഷ് ഉണ്ടാക്കി കാണിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിരുന്നു ഇതിനകത്ത് പുഴു ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുഴുവൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതുവരെ ഈ ഒരു വഴുതനങ്ങൻ്റെ അകത്ത് പുഴു കണ്ടിട്ടില്ല. അപ്പോൾ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് മുഴുവൻ കീറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അങ്ങനെ ആ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വഴുതനങ്ങ ഗ്രില്ല് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഈ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിലും നമുക്കിതുപോലെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഡിഷിന് ആവശ്യമുള്ളത്ര പച്ചമുളകും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 8 വെളുത്തുള്ളി അല്ലിയും ഒരു 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ തോല് അടർത്തി കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഓവനിലാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ തീക്കനലിലൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 2 സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴുതനങ്ങ എത്ര എണ്ണമാണോ എടുക്കണം അത്രേനെ സവാള എടുക്കണം കേട്ടോ. അപ്പോൾ ഒരെണ്ണം എടുക്കണമല്ലെങ്കിൽ ഒരു സവാള എടുത്താൽ മതി. അതൊന്ന് പൊടിയായി അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴ്ഭാഗം കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് നിർത്തി വെച്ചിട്ടൊക്കെ ഒന്ന് അത് ഗ്രില്ല് ചെയ്യണം കേട്ടോ. ഇനി അത് 2 തക്കാളിയും കൂടെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ വഴുതനങ്ങ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം ആയിട്ടുണ്ട്. അതേപോലെ ഈ വണ്ണുള്ള ഭാഗം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്ത് നോക്കിയാൽ മതി. എന്നിട്ട് കത്തി പെട്ടെന്ന് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ഇനി ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു. പിന്നെ കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ടത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് പിന്നെ സവാളയും കൂടെ ഇട്ട് വഴറ്റുകയാണ്. അപ്പോൾ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളയാം. കുറച്ച് ചൂടാറിയിട്ട് കളഞ്ഞാൽ മതി കേട്ടോ, കൈ വേഗം പൊള്ളും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സവാള കുറച്ച് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഇഞ്ചി ചേർക്കാം. ഫ്രഷ് ഇഞ്ചിയാണെങ്കിൽ ഒന്ന് പൊടിയായി അരിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ എൻ്റെ അടുത്ത് അരച്ചതാണ് ഉള്ളത്, അതുകൊണ്ട് അരച്ചത് ചേർത്ത് ഇട്ടാൽ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി ഇട്ടിട്ട് ഒന്ന് അത് സോഫ്റ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ 2 ഫ്രഷ് വെളുത്തുള്ളി അല്ലിയും കൂടെ അരിഞ്ഞ് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ചെറിയ തീയിൽ ആക്കി വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വഴുതനങ്ങൻ്റെ നെറ്റിയൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ കൊത്തി എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. നമ്മൾ ഇത്ര നേരം ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി കേട്ടോ ഇപ്പോൾ ഇട്ടത്. കാരണം ഞാൻ ചേർത്ത പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സാധാ എരിവില്ലാത്ത മുളകാണെങ്കിൽ സാധാരണ മുളക് പൊടി ഇടാം. പിന്നെ ചെറിയ സ്പൂൺ 1 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി പൊടികളൊക്കെ ഒന്ന് വേവണം, ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം കൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ അത് ചെയ്യണം. ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ആ വഴുതനങ്ങ അതിൽ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയ ശേഷം ഗരം മസാലപ്പൊടി ഇടണം, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഒരു കൈ നിറച്ചും മല്ലിയില അരിഞ്ഞതും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് 2 മിനിറ്റ് വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചേർത്ത പൊടികളും ഒക്കെ ഈ വഴുതനങ്ങയിലൊക്കെ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ടാണ്. അടച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കുക. ചെറിയ തീയിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഇതിന് നല്ല ഒരു മണമാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഫ്ലേവറുള്ള ഒരു ഡിഷാണിത്. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലാക്കിയിട്ട് പച്ചമുളക് കീറിയതോ മല്ലിയിലൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിഷ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും അതേപോലെ അപ്പം, ദോശ, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.